എന്തെങ്കിലും ഒരു ദിവസം വിജയിക്കും അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളൊരു സാധാ ഹോപ്പായിരുന്നു എന്നെ ഇത്രയും വർഷം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ആരും കൈവിടില്ല, ഈ സാധനം എൻ്റെ ഉള്ളിൽ അതൊരൊറ്റ വേർഡേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു ബാലതാരമായി വരാനുള്ള ആഗ്രഹമായിരുന്നു. അത് ഇത്ര സമയമെടുത്തു. അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന തൊട്ട് മുൻപ് വൺ ഓഫ് ദ ടോപ്പ് ആക്ടർ ഇൻ ഇന്ത്യ, പുള്ളിയുടെ ഫീമെയിൽ ലീഡായിട്ട്. അന്ന് ഒത്തിരി വിഷമിച്ചു അല്ലേ? എൻ്റെ കൂടെ എല്ലാത്തിനും എനിക്ക് ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, പോകണം, കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ വരാലോ എന്ന് പറഞ്ഞ് കൂടെ എത്ര ട്രൈ ചെയ്തു, കയ്യിൽ വന്നിട്ട് പോവല്ലേ. അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് പല പല കാരണം നീണ്ടു പോയി. ഇപ്പൊ എനിക്ക് 20-ൽ കൂടുതൽ വർഷമായി. ഈ സിനിമ ഓഡിഷനൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നു. നമുക്ക് അപ്പോഴും പ്രതീക്ഷയില്ല. പ്രതീക്ഷ ഉണ്ടോ? ഈ ജേർണിയിൽ നമ്മൾ എവിടെയെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ജഡ്ജ്മെന്റൽ ഉണ്ട്. ഇമോഷണലി എൻ്റെ അച്ഛനമ്മനെ ബ്രേക്ക് ആവാൻ ഞാൻ വിടില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, അങ്ങനെ ആവശ്യപ്പെട്ടു? ചേട്ടൻ അത് ചിന്തിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. വേറൊരാൾ എനിക്ക് അവിടെ ഇപ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല വേറെ, ബിക്കോസ് ആ സ്പേസ് എനിക്ക് ആരും, ഓണസ്റ്റ്ലി ഞാൻ പറയാണ്, വേറൊരാൾ എനിക്ക് അത്ര സ്പേസ് തരില്ല. അത് മറ്റുള്ളവരുടെ കണ്ണിൽ 3 പെൺകുട്ടികൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള സാധനമല്ലേ. കുറേ വർഷം വിളിക്കാതെ ഇരുന്നവരൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം അച്ഛനമ്മയ്ക്ക് കല എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. വൺ ഡേ ഐ മേക്ക് ഇറ്റ് എന്നൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഒരു സിനിമ ഹിറ്റടിക്കുമ്പോൾ ആ ഹിറ്റിനൊരു കാതലായ ഒരു സംഭവമുണ്ട്. ഇതിലെ നായിക, ആ നായികയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. റാണിയാണല്ലേ? റാണിയാണ്. എപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട് പല ആളുകൾ അല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്തായാലും സിനിമ കണ്ടു, സൂപ്പറാണ്. ഒന്നും പറയാനില്ല. പ്രസ് മീറ്റിന് എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കുന്നു. എനിക്കൊരു ബാലതാരമായി വരാനുള്ള ആഗ്രഹമായിരുന്നു. അത് ഇത്രയും സമയമെടുത്തു. ആ യാത്ര വലുതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര വലുതായിരുന്നു, ഒരുപാട് വലുതായിരുന്നു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അല്ല, എനിക്ക് തോന്നുന്നു താങ്കൾ നല്ലൊരു ഡാൻസറാണ്, കലാമണ്ഡലത്തിൻ്റെ ഒരു പ്രതിഭയാണ്, നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തു. നിരവധി അവാർഡുകൾ വാങ്ങിയ പിന്നെ സിനിമയിലേക്ക് എത്താൻ ഒരു വൈകാനുള്ള കാരണം പിന്നെ ചിന്തിച്ചോ? സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ലൈഫിനെ വെച്ചിട്ട് ഞാൻ കൃത്യമായ സമയത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നതാണ്. കുറച്ച് വർഷം മുൻപായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്താണ് നടക്കാത്തത്. ബിക്കോസ് എനിക്ക് ഡാൻസ് ഞാൻ 4 വയസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ്. 4 വയസ്സിൽ പഠിക്കുമ്പം ഞാൻ ഡാൻസും അതേപോലെ ടി വിയിലൊക്കെ കാണുമ്പം റിയാലിറ്റി ഷോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കണം അങ്ങനെ ഉണ്ടായിരുന്നു. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വരണം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതെങ്ങനെ വരണം എന്താണെന്നറിയില്ല, വീട്ടിലാർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയും ടി വിയിൽ കാണണം. എങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ കളിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ കാർഡ്ബോർഡ് ബോക്സിൽ ഞാൻ ടി വി ഒക്കെ ആക്കിയിട്ട് അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെയൊക്കെ. അതെ, എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ടി വിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ ലേറ്റർ കുറേ വർഷം കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് തേടി എത്താൻ തുടങ്ങി. നർത്തകിയാണെന്നൊക്കെ അറിഞ്ഞ് വരാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് നടക്കാണ്ട് പോയി. അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന തൊട്ട് മുൻപ് വൺ ഓഫ് ദ ടോപ്പ് ആക്ടർ ഇൻ ഇന്ത്യ, പുള്ളിയുടെ ഫീമെയിൽ ലീഡായിട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദ നെയിം, പേര് ഞാൻ പറയണില്ല. ഈസ് എ വെരി വെരി ടോപ്പ് ആക്ടർ. മലയാളത്തിലാണോ തമിഴില്? എനിക്ക് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പർച്യൂണിറ്റി. തമിഴും തെലുങ്കും വന്നിട്ടുണ്ട്, കുറെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് സംഭവിക്കാത്തത് നന്നായി. അതെ, അത് ഒരുപാട് പ്രാവശ്യം പൂജ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് മൊമെന്റിൽ പടം സ്റ്റോപ്പായി പോയി.
അത് എൻ്റെ കാരണം കൊണ്ടല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന തൊട്ട് മുൻപ് പ്രോജക്റ്റ് കുറച്ച് ഡിലേ ആയി, നടന്നില്ല. അങ്ങനെ പല പല കാരണം നീണ്ടു പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു 20-ൽ കൂടുതൽ വർഷമായി. ഒത്തിരി സങ്കടം തോന്നുന്നു. ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ ഇല്ല. അല്ല, ഇപ്പൊ ഇനി സങ്കടമുള്ള, ഇനി അന്ന് വിളിച്ച നായകന്റെ കൂടെ അഭിനയിക്കാൻ ഇനി ഡേറ്റ് വെച്ച് വരും. അതാണ് ഈ സിനിമ. അതെ അതെ അതെ, ആ രീതിക്ക് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് ഏതൊക്കെ പൂജ നടത്തിയിട്ടുണ്ട്, സൈൻ ചെയ്യാൻ പോയപ്പോൾ നടന്നിട്ടില്ല, അവരെല്ലാം ഇവിടെ കേരളത്തിൽ വന്ന് ഡേറ്റിന് വേണ്ടി നിൽക്കുന്ന നിലയിലേക്ക് ഈ സിനിമയിൽ നായിക എത്തിയിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. അന്ന് ഒത്തിരി വിഷമിച്ചു അല്ലേ? പേരൻസ് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടോ? പേരൻസ് ആക്ച്വലി വിഷമിക്കുന്നതിനേക്കാളും ഞാൻ കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിഷമത്തിനേക്കാളും എനിക്ക് അവരെൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും എനിക്കിങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, പോകണം, കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ വരാലോ എന്ന് പറഞ്ഞ് കൂടെ അത്രയും വന്നിട്ട് നടക്കാണ്ട് അവർ ഡിസപ്പോയിന്റ് ആണ് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ എന്നെ എഫക്ട് ചെയ്തത് അതായിരുന്നു. വേണ്ട എന്ന് തോന്നിയോ പിന്നീട്? ഇനി അങ്ങോട്ട് പരിശ്രമിക്കണ്ട? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഗിവപ്പ് ചെയ്യില്ല. ഐ തിങ്ക് ആ മെൻറ്റാലിറ്റി ആണ് ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നത്. ഗിവപ്പ് ചെയ്തില്ല. ഇൻ ബിറ്റ്വീൻ എനിക്ക് ദേഷ്യം വന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സിനിമ കാണാണ്ടായി, ഞാൻ റിയാലിറ്റി ഷോസ് കാണാണ്ടായി, ഒന്നും കാണണ്ട ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ എത്ര ട്രൈ ചെയ്തു, കയ്യിൽ വന്നിട്ട് പോവല്ലേ. അപ്പം പിന്നെ എനിക്കത് കാണണ്ട. പക്ഷെ എനിക്ക് എവിടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു, വൺ ഡേ ഐ വിൽ മേക്ക് ഇറ്റ് എന്നൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ആക്ച്വലി തിരിച്ച് കുറേ 2-3 വർഷം ഞാൻ ഒന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ തിയേറ്ററിൽ പോയിട്ട് പടമൊക്കെ കാണും. പടം ഇഷ്ടമാണല്ലോ, കാണും. പക്ഷെ എനിക്കിങ്ങനെ ഒരു നമ്മൾ ഇത്ര ട്രൈ ചെയ്തല്ലോ എന്നിട്ട് കിട്ടിയില്ലല്ലോ, ഈ സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അല്ല, എനിക്ക് തോന്നുന്നു ഈ പറയുമ്പം ഇത്തരം ഒരു കഷ്ടപ്പാട് നമ്മൾ ഡയറക്ടർമാരിൽ കാണാറുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർമാരെ വർഷങ്ങളോളം എഴുതി സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ പോകുന്നു, നടക്കുന്നില്ല. അങ്ങനെ എത്രയോ ഡയറക്ടർമാരെ സ്ക്രിപ്റ്റ് റൈറ്റർമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു നായികയാകണമെന്ന്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു മുഖം കാണിക്കണമെന്ന്, അത് നമുക്കൊരു കഴിവ് വരെ ഉണ്ടായിട്ടുണ്ട്. ദൈവം തന്നൊരു കഴിവ്, നർത്തകി എന്നൊരു കഴിവ് ഉണ്ടായിട്ട് പോലും എത്താതെ വരുമ്പോൾ ആ വിഷമവും വലിയ വിഷമം തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ആ ഒരു വിഷമമൊക്കെ മാറിയില്ല ഇപ്പം. ഞാൻ ഇന്നലെ ഷാരിസ് ചേട്ടനോട് പറയായിരുന്നു, ഞാനൊരു പൂ ചോദിച്ചപ്പോൾ ദൈവം പൂന്തോട്ടം തന്നൊരവസ്ഥ, പൂക്കാലം കൊണ്ട് തന്നു. ആ ഒരു സ്റ്റേജിലാണ്. പക്ഷേ ലിറ്ററലി ഞാനതാ പ്രസ് മീറ്റിൽ പറഞ്ഞത്, ഞാൻ എന്തിനെയാണോ തേടിക്കൊണ്ടിരുന്നത് അത് എന്നെയും തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് ചിഞ്ചു റാണി കഥാപാത്രം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ സെക്കൻഡിൽ എൻ്റെ പെർസ്പെക്റ്റീവ് ലൈഫിനോടുള്ളത് ചേഞ്ച്. മാറ്റിയതല്ല. ആ ദാറ്റ് മൊമെന്റ് എനിക്ക് ചിഞ്ചു റാണി എന്നാണ് കഥാപാത്രം നിറഞ്ഞ സെക്കൻഡിൽ എൻ്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. കുറച്ചുകൂടെ ഞാൻ റിലാക്സ്ഡ് ആയി. എനിക്ക് മനസ്സിലായി എവിടെയോ ആരും എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഓൾറെഡി എവറിത്തിങ് ഇസ് ദെയർ, എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, 3 പെൺകുട്ടികളാണ്. ഞാൻ രണ്ടാമത്തെ. ചേച്ചി മാൾട്ടയിലാണ്, മാൾട്ടയിൽ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അനിയത്തി ഡോക്ടറാണ്. MBBS ഒക്കെ കഴിഞ്ഞു, വർക്ക് ചെയ്തു. ഇപ്പം PG പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കണം. അതെ, ഞാൻ പൂർണ്ണമായിട്ടും ഡാൻസിലേക്ക് കലയ്ക്ക് വേണ്ടി ലൈഫ് മൊത്തം മാറ്റി. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും നിങ്ങളുടെ ഒരു ഏരിയ തന്നെ കൊല്ലംകോട് ഭാഗത്താണ്. അവിടെ നിന്ന് വന്ന് എറണാകുളത്ത് വന്ന് നിൽക്കണം. സിനിമയ്ക്ക് ഒരു ഹബ്ബ് എന്ന് പറഞ്ഞ കൊച്ചിയാണ്, അല്ലെങ്കിൽ പണ്ട് ട്രിവാൻഡ്രമാണ്, അതിന് മുമ്പ് ചെന്നൈ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നിൽക്കണം നമ്മൾ. അങ്ങനെയാണ് സിനിമ കിട്ടുന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെയൊക്കെ സെറ്റിൽ ആകേണ്ട ഒരു നിലയിലേക്ക് വരെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ വേണ്ട എന്ന് തെളിയിച്ചു ഈ സിനിമ. കൊല്ലംകോട്ട് ഇരുന്നാലും അവിടെയും വരും. പണ്ടൊരു ചൊല്ലുണ്ട്, നെല്ല് എവിടെയും കൊണ്ടെങ്കിൽ എലി കൊല്ലത്താണി വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. അതെ. ഇല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, എൻ്റെ നാടിൻ്റെ പേര് പറഞ്ഞത്. ബിക്കോസ് പാലക്കാടാണ്, കൊല്ലംകോടാണെന്ന് പറയുമ്പം ഈ ജേർണിയിൽ നമ്മൾ എവിടെയെങ്കിലും ട്രൈ ചെയ്യുമ്പം പെട്ടെന്നൊരു ജഡ്ജ്മെൻ്റൽ ഉണ്ട്. പാലക്കാടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കിത് പല സ്ഥലത്തും എനിക്ക് ഹേർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് മുൻപ് തന്നെ കൊച്ചിയിൽ വന്ന് ഫ്ലാറ്റ് എടുത്ത് സ്റ്റേ ചെയ്യാനാണ് നിന്നത്, എൻ്റെ സ്കൂള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഞാൻ പഠിച്ചത് ഇവിടെയാണ്, സെൻറ്റ് ട്രേസസിലേക്ക് പഠിച്ചതൊക്കെ. അപ്പം ഞാൻ ഇന്നലെ ദിലീപേട്ടനോട് അതാ പറഞ്ഞത്. എനിക്കപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി. വാട്ട് എവർ, ഐ ഡോണ്ട് നോ ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ പോണേന്ന്. പക്ഷേ എൻ്റെ സ്കൂൾ തുടങ്ങുമ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്.
ഓൺലൈനിൽ ഒരു 20-22 രാജ്യത്തു നിന്ന് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതൊരു വാശിയായി, എനിക്ക് എൻ്റെ നാട്ടിൽ കൊല്ലങ്കോട് തുടങ്ങണം എൻ്റെ സ്കൂള്. കൊല്ലങ്കോട് വെച്ച് തന്നെ തുടങ്ങണം. അവിടെ നിന്ന് തന്നെ എൻ്റെ ക്ലാസ്സസ് US ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും UK ആണെങ്കിലും അവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞ് വാശിക്ക് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ലൈക്ക് എനിക്കങ്ങനെ എൻ്റെ നാട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ കൊല്ലങ്കോടാണെങ്കിലും നമ്മളുടെ ലൈക്ക് കാലിബർ ഉള്ള ആൾക്കാർ എവിടെയാണെങ്കിലും വൺ ഡേ ദിസ് പ്രപഞ്ചം വിൽ സപ്പോർട്ട് യു. അല്ല, കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സിനിമ ഒരുങ്ങിയിരിക്കുന്നു, അതെ അതെ അതെ, എത്ര ഹിറ്റ് സിനിമകൾ ഉണ്ടായിരിക്കുന്നു. പാലക്കാട്, കൊല്ലങ്കോട് ഇപ്പോഴും പാലക്കാട് ലൊക്കേഷനാണ്. അതെ അതെ. അപ്പൊ അത് ശരിക്കും ഒരു അഭിമാനമാണ്, താങ്ക് യു. ഒരു മാറ്റവും ഇല്ല. എൻ്റെ നാട് തൊടുപുഴയാണ്. തൊടുപുഴയിൽ ഹിറ്റുകൾ മാത്രം ഉണ്ടാവുന്ന ഒരു ലൊക്കേഷനാണ്. ദൃശ്യം തുടങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തുടരും, ലാലേട്ടന്റെ ഹിറ്റ് തൊടുപുഴയാണ്. അപ്പൊ അത് പറഞ്ഞാൽ ഹിറ്റുകൾ സമ്മാനിച്ച നാടാണ് പാലക്കാട്, കൊല്ലങ്കോട്. ഒരു മാറ്റമില്ല. ഈ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. അമ്മ ആണ് ഞങ്ങളുടെ നെടും തൂണ്. 3 പെൺകുട്ടികളെ പുറകില് നടന്ന് ഞങ്ങള്, എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഞങ്ങള് ഒരു ദിവസം പോലും റെസ്റ്റ് ഇരുന്നിട്ടില്ല. പാട്ട്, ഡാൻസ്, വീണ, വയലിൻ, കീബോർഡ്, മൃദംഗം, ഡ്രോയിങ് ക്ലാസ്, പെയിൻറ്റിങ്, സ്പോർട്സ് ഉണ്ട്, എല്ലാ ക്ലാസ്സസ് ഉണ്ട്. ഒരു ദിവസം 3 ട്യൂഷനും ഉണ്ട്. രാവിലെ 5 മണിക്ക് ഞങ്ങൾ 3 പേരും എണീറ്റ പിന്നെ രാത്രി 9:30-10 മണി വരെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ട് മൺഡേ ടു സൺഡേ ഇതാണ്. സൺഡേ നൈറ്റ് 9 PM നമ്മൾ ഉറങ്ങുള്ളൂ. അമ്മ ആണ് ഫുൾ ടൈം 24 hours നമ്മുടെ കൂടെ നിന്നിട്ട് 3 പേരിനെയും ഇങ്ങനെ ആക്കി തീർത്തത്. 3 പെൺകുട്ടികളെ ഒരേപോലെ കൊണ്ടുപോകണം. 3 പെൺകുട്ടികളെ, പ്രത്യേകിച്ച് കൊല്ലങ്കോട് പോലെ ഒരു ചെറിയ സ്മോൾ ടൗണിൽ നിന്ന്. ഇറ്റ് ഈസ് നോട്ട് ഈസി. തീർച്ചയായിട്ടും. അപ്പൊ അമ്മയ്ക്കാണ് ഒരു ബിഗ് സല്യൂട്ട് ആദ്യം. താങ്ക് യു. യെസ്, അമ്മയാണ്. ഒരു അമ്മ, അച്ഛൻ നമ്മുടെ ഒരു ആത്മാവിന്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും നമ്മളെ വലം കയ്യിൽ അമ്മയുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് പോയാലും ഇടം കയ്യിൽ അച്ഛനുണ്ട്. എൻ്റെ പിന്നിൽ എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ പുറകിൽ എൻ്റെ അനുജത്തിയുണ്ട്. ആ ഒരു ധൈര്യം വലുതല്ലേ എപ്പോഴും കിട്ടുന്നത് യാത്ര ചെയ്യുമ്പോൾ? ഭയങ്കര ധൈര്യമാണ്. അമ്മയും അച്ഛനാണെങ്കിൽ, അച്ഛനൊന്നും ഒരു കാരണത്തിന് പോലും നമ്മളുടെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. നിൻ്റെ ഡ്രീം എന്താണോ, നിനക്ക് എന്തിലാണ് നിനക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് തോന്നുക, യു ഗോ ഫോർ ഇറ്റ്, ഞങ്ങൾ ബിഹൈൻഡ് ദ ബാക്ക് നിന്നോളാം. 20-ൽ കൂടുതൽ വർഷം ഞാൻ വെയിറ്റ് ചെയ്യുമ്പോഴും എന്നെ അതേ ഹോപ്പിൽ, അതേ എക്സ്പെക്റ്റേഷനിൽ, അതേ എനർജിയിൽ തന്നെ അവർ കൂടെ നിന്നത്. ഞാൻ അപ്സെറ്റ് ആവുന്ന സമയത്ത്, ഈ വരുന്ന പ്രോജക്റ്റ് നടക്കാതാകുമ്പോൾ അവർ അപ്സെറ്റ് ആവും. ബട്ട് സ്റ്റിൽ ഞാനൊരു നെക്സ്റ്റ് ടൈം ഈ ഓഡീഷന് പോലും അമ്മ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ വരും ഇങ്ങനെ ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അമ്മ നിനക്ക് മതിയായില്ലേ, ഇതായിരുന്നു അമ്മേൻ്റെ എക്സ്പ്രഷൻ. ബട്ട് സ്റ്റിൽ അമ്മ വന്നു. സോ അത് എന്നെ സംബന്ധിച്ചിട്ട് വെരി വെരി ബിഗ് തിങ്. ആ ലാസ്റ്റ് ടൈം വന്നില്ലെങ്കിൽ ഞാൻ അമ്മ കൂടെ കൊണ്ടുപോയിട്ടെല്ലാം ചെയ്യുന്നത്. അച്ഛനാണെങ്കിൽ നോ പറഞ്ഞില്ല, പോയിട്ട് വാ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് ഫെഡപ്പ് ആയേനെ. ചേച്ചിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും റൈറ്റ് ലെഫ്റ്റ് ഹാൻഡാണ്. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ഡ്രസ്സ് ഞാൻ ഇത് ഇട്ടാൽ മതിയോ, അവിടെ നിന്ന് എനിക്ക് ജഡ്ജസ് പോലെ മതി എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുള്ളൂ. അത്രയും നിങ്ങളൊരു കുടുംബം എന്ന് വെച്ചാൽ കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ് അല്ലേ? അതെ അതെ. ആ രീതിക്കല്ല, അങ്ങനെ ഉള്ളതിലത്തെ ഏറ്റവും കല മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കുടുംബമാണ്. അതൊരു മാറ്റമില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഓഡിഷനൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നു, നമുക്ക് അപ്പോഴും പ്രതീക്ഷയില്ല. പ്രതീക്ഷ ഉണ്ടോ? ഇല്ല. അപ്പം വീണ്ടും ഇനി ഓഡീഷന് പോകേണ്ട വരും, അടുത്ത ഓഡീഷൻ പോകേണ്ടത് ഒരു ചിന്തയുണ്ടാവും വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ? ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഞാൻ ഭയങ്കര മേ ബി അറിയില്ല, ഇപ്പോൾ നമ്മൾ കുറേ ലൈഫിൽ ഓരോ ജേണി കഴിയുമ്പം ജീവിതത്തിനോടുള്ള ഞാൻ പറഞ്ഞ കാഴ്ചപ്പാട് വളരെ പോളിഷ് ചെയ്ത് എപ്പോഴും ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഈ ഓഡീഷന് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഓഡീഷൻ അവരെടുക്കുമ്പോഴും വിചാരിക്കുന്നത് ഇവൾ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. ബിക്കോസ് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. എന്നെ സംബന്ധിച്ച് ചെയ്യുന്ന കർമ്മ, ഡു യോ കർമ്മ, അത് അറ്റ് ദ ബെസ്റ്റ് എങ്ങനെ പറ്റുമോ അപ്പോൾ അത് നന്നായി ചെയ്യുക. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ദിലീപ് ഏട്ടനെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അത് ഓഡിഷൻ അറ്റംപ്റ്റ് ചെയ്യുക, നല്ലതായിട്ട് ചെയ്തിട്ട് വരിക, അത്ര മാത്രമേ ഉള്ളൂ. റിലാക്സ്ഡ് ആയിട്ട് ചെയ്തിട്ട് വന്നേ, വാട്ട് എവർ നെക്സ്റ്റ്. ബിക്കോസ് നമ്മൾ കുറേ വർഷമായല്ലോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് പോയി ചെയ്തിട്ട് വന്നത്. ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല റിട്ടേൺ. എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഇത്രയും ഡാൻസും കാര്യങ്ങളും ചെയ്ത് നിരവധി അവാർഡുകൾ വാങ്ങി നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും അലഞ്ഞൊരു വ്യക്തി വേറെ ഉണ്ടാവില്ല കേട്ടോ. സിനിമ എന്ന സ്വപ്നത്തിൽ 100%, എൻ്റെ അറിവിലില്ല 100%. പക്ഷെ അത് ഇപ്പോഴും നമ്മൾ പറഞ്ഞു അത് എത്തിയത് നല്ല കരങ്ങളിലെത്തി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ ഡീപ്പ്, ഐ തിങ്ക് കുറച്ചുകൂടെ ഡീപ്പ് പേഴ്സണൽ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ചെയ്തത്. എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു ഇന്റർവ്യൂ എടുക്കാതെ ഇങ്ങനെ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് റീൽസ് ഒക്കെ കണ്ടിരുന്നു. മൃഗങ്ങളോട് വലിയ സ്നേഹം,
അതെ. ഞാനൊരു ഡാൻസ് കണ്ട് ആൽത്തറയിൽ കുറെ പട്ടികളുമായിട്ട് ഇരുന്നു. അതിനോടൊപ്പം അതൊക്കെ താഴെ എവിടെ കിടക്കുന്ന വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, ഗംഭീരമായിട്ട്. അപ്പം നമ്മളെ നായ്ക്കൾ എവിടെ നിന്നുള്ളതാണ്? അയ്യോ, അത് ഞാൻ 5 മിനിറ്റ് മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോൾ 5 മിനിറ്റ് മുൻപ് പരിചയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ കുറച്ച് ഫുഡ് കൊടുത്തവർക്ക്. ഇവര് ഫുഡ് കൊടുത്തപ്പോൾ ഭയങ്കര സ്നേഹമായി. പിന്നെ ഞാൻ എന്റെ പുറകിലാണ് നടത്തം. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ഭയങ്കര രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരോട് കളിച്ചോണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തു. അതെ 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 അതെ. അങ്ങനത്തെ കുറച്ച് മൃഗങ്ങളുമായിട്ട് നല്ല സ്നേഹം. വീട്ടില് വളർത്തു മൃഗങ്ങൾ നമ്മള് സാധാരണ പട്ടിക്കുട്ടികൾ ഉണ്ടാവില്ലേ, കിടാവുമായിട്ടൊരു സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. കുട്ടികളും മൃഗങ്ങളും ഇതൊക്കെയാണ് എൻ്റെ ലോകം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ കുറച്ചുകൂടെ ജെന്യൂനാണ്, അവരുടെ സ്നേഹം വളരെ ട്രാൻസ്പെറൻറ്റ്. അവരോട് ദുഃഖം പങ്കുവെക്കാറുണ്ടായിരുന്നു? ദുഃഖം പങ്കുവെക്കാറൊന്നുമില്ല. എനിക്ക് വിഷമം വരുമ്പോൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ തന്നെ പകുതി പ്രശ്നം തീരും. അതെ, എനിക്കത് അതുപോലെ തന്നെ സോഷ്യൽ വിഷയങ്ങൾ വരുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത്, ഒരു ന്യൂസ് ചാനൽ ഒരു വാർത്ത വന്നാൽ അത് സപ്പോർട്ട് ചെയ്ത് ഇടാറുണ്ട്. എല്ലാം ഇല്ല, എന്നാലും നമുക്ക് തോന്നുന്നത് അത് ജനുവനാണെന്ന് തോന്നുന്നത്. അപ്പൊ എല്ലാം സ്റ്റഡി ആണല്ലേ? അതെ, എനിക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ലൈഫിൽ ജീവിക്കണം എന്നുള്ളൊരു വിഷൻ ഉള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം, അതൊക്കെയാണ് ഇഷ്ടം. ഈ കലാമണ്ഡലത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് സിനിമയോടുള്ള പ്രണയം കൂടുന്നു, സിനിമയിലേക്ക് വരാൻ പറ്റുന്നു, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, അങ്ങനെ ആവശ്യപ്പെട്ടു? ഇല്ല, ഞാൻ അറിയില്ല. ഞാൻ അങ്ങനെ ചോദിക്കാൻ ഇല്ലാണ്ടായിപ്പോയ കാരണം എനിക്കറിയില്ല. എനിക്ക് മേ ബി എൻ്റെ ഒരു സ്വഭാവം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ആസ്കിങ് ഹെൽപ്പ് ഈസ് ഓൾസോ ഫൈൻ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ളത് പഠിച്ചു വരണത്. ഇതിന് മുൻപ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളൂ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നിട്ട്. അതിന് മുൻപ് വരെ ആരോടും ഹെൽപ്പ് ചോദിക്കില്ല, അങ്ങനെ കുറച്ച് സ്വഭാവമൊക്കെ ഉണ്ട്. എനിക്കറിയില്ല നല്ലതായിരുന്നോ മോശമാണോ എന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഓക്കെ ടു ആസ്ക് ഹെൽപ്പ് എന്ന്. ഞാൻ മുൻപ് ആരോടും ഹെൽപ്പ് ചോദിക്കില്ല. ഞാൻ എന്തിനാണ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണത്, അവരോട് എന്തിനാണ് ഞാൻ സഹായം ചോദിക്കുന്നത്, അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ. കുറച്ചുകൂടെ എന്നെക്കാളും വേറെ ആൾക്ക് കുറച്ച് പ്രിയോറിറ്റി അധികം എപ്പോഴും കൊടുക്കാറുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും വരുമ്പോൾ വരട്ടെ. ഐ ഓൾവേസ് ബിലീവ് നമ്മളുടെ കാലിബറിനെ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളുടെ ആർട്ടിനെ പോളിഷ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക, ലെറ്റ് ദം അട്രാക്ട് അസ് എന്നുള്ള സാധനത്തിൽ ഞാൻ എന്നെ പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്സ് പോലെ ഉണ്ടാവുമല്ലോ, കൂട്ടുകാരുടെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഒരു നമുക്കിപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും പറ്റുക, എനിക്കൊന്ന് പെട്ടെന്ന് വിളിക്കാൻ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഇനി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് എന്ന് വെച്ചാൽ സാമ്പത്തികമല്ല, എനിക്കിപ്പോൾ തുറന്ന് പറയണം. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആരുടെ പേര് പറയാൻ പറ്റും? അങ്ങനെ എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സ്, നല്ല കുറേ ആൾക്കാരായിട്ട്, മേ ബി ടോക്കറ്റീവ് ആയതുകൊണ്ടാണെന്നറിയില്ല, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് ഇപ്പോൾ ഒരാളോട് തമാശ സംസാരിക്കണം, കുറച്ച് നേരം ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്രണ്ട് ഉണ്ട്. സങ്കടം പറയണമെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ ജനറലി മേ ബി എനിക്ക് ഈ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എനിക്കുണ്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പല സ്വഭാവ രീതിയാണ്. സങ്കടം പറയുമ്പോൾ സങ്കടം ഷെയർ ചെയ്യാൻ ഒരു ഫ്രണ്ട് ഉണ്ട്, ചിരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ മന്ത്ലി വൺസോ അങ്ങനെയൊക്കെ ഞാൻ വിളിക്കുകയുള്ളൂ. അങ്ങനെ പുറത്ത് പോയി കറങ്ങി അങ്ങനെ എപ്പോഴും കാണണം, എനിക്ക് അങ്ങനെയൊന്നുമില്ല. കുറച്ചുകൂടെ ഫോണിൽ നിന്നൊക്കെ ഔട്ട് ഓഫ് പേഴ്സൺ ആണ്, റിസർവ്ഡ് ആണ്. ചിഞ്ചൂറാണ് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വളരെ ചുരുക്കം സംഭവങ്ങളുള്ളൂ അതിനകത്തുള്ളൂ. അല്ല, ഇത്രയും നാൾ തുടങ്ങിയിട്ട് വളരെ ചുരുക്കം കുറെ പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തും ആക്റ്റീവ് അല്ലാന്ന് എനിക്കപ്പോ തോന്നി. ഈ പ്രിൻസ് എന്ന സിനിമ തുടങ്ങിയപ്പോൾ കുറെ പോസ്റ്റ് ഇട്ടാണ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത്രയും പോലും അല്ലെ ഗ്യാപ്പ് ഇട്ടൊക്കെയാണ് വരുന്നത്. അത് അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്, കുറച്ച് റിസർവ്ഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നത്തെ ജനറേഷൻ നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഓൾഡ് ഫാഷനാണ്. എനിക്കങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്. ഐ ബിലീവ് ഐ എം എൻ ഓൾഡ് സോൾ. എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങനെയാണ്. കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് തന്നെ ലൈഫിനെ കാണണം. തമാശയ്ക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിക്കാം. വേണമെങ്കിൽ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളോട് കുറച്ച് എക്സ്ട്രാ ചിരിച്ച് എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഐ എം വെരി വെരി സ്ട്രെയിറ്റ്, വെരി ട്രാൻസ്പെറൻറ്റ്, വെരി വെരി ട്രാൻസ്പെറൻറ്റ്. ഞാനിപ്പോഴും വിശ്വസിക്കണത് ഡാൻസ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തതിനൊക്കെ പുറമെ ഏതൊരു പോയിന്റിൽ എൻ്റെ ക്യാരക്ടറിനെ ഇത്രയും വർഷം അങ്ങനെ ഹോൾഡ് ചെയ്തത് കൊണ്ട് എനിക്ക് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നതാണ് ചിഞ്ചു റാണി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു മാറ്റവുമില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ സെലക്ട് ചെയ്തു, അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നു, അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നു, ആ ഒരു മുഹൂർത്തം ഒന്ന് ഓർത്തട്ടെ. പ്രത്യേകിച്ച് റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. അതെന്താന്ന് പറഞ്ഞുതരാം. ബിക്കോസ് പല പ്രാവശ്യം പ്രോജക്റ്റ് ഓണായി എൻ്റെ വരെ പോയിട്ട് ഡ്രോപ്പായിട്ട് വന്നതുകൊണ്ട്
എൻ്റെ വീട്ടിലിങ്ങനെ ഞാൻ വീട്ടിൽ പ്രത്യേകം ഞാനാണ് ഇമോഷണലി വീട്ടിനെ ബാലൻസ് ചെയ്യുന്ന ഒരാൾ. ഇമോഷണലി എൻ്റെ അച്ഛനമ്മനെ ബ്രേക്ക് ആവാൻ ഞാൻ വിടില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്, ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട, പടം ഇറങ്ങി പുറത്ത് വന്നിട്ട് ഞാൻ അപ്പോൾ ഒന്ന് വിചാരിച്ചാൽ മതി സിനിമ ഇറങ്ങിയത്, അതുവരെ മൈൻഡിലൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്താൽ വെച്ച വീട്ടിലെല്ലാവരും. അതുകൊണ്ട് ആർക്കും ആ ഒരു ഹൈപ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല. എവ്രി വൺ വാസ് വെരി നോർമൽ, വെരി വെരി നോർമൽ. ബിക്കോസ് ദാറ്റ് മച്ച് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ, ഓക്കെ നാളെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാതെ പോയതുകൊണ്ട് മേ ബി ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം I just want to say thanks to all these experiences. അങ്ങനൊരു എൻ്റെ ജീവിതത്തിനോട് ഞാൻ ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതിപ്പോൾ വേഴ്സ്റ്റ് ആണെങ്കിലും ഞാൻ ഭയങ്കര വിഷമിച്ച് കരഞ്ഞ എല്ലാ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ആ എക്സ്പീരിയൻസസ് ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ബാലൻസ്ഡ് ആണ് ഞാൻ. എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ ബാലൻസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. വേണ്ട നമ്മൾ ഒരു ഹൈപ്പർ ഒന്നും വേണ്ട. ദിസ് ഈസ് പാർട്ട് ഓഫ് ദ ജേർണി. സംഭവിച്ചു. ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക്സ് ടു ദ ഗോഡ്. നന്ദി. അത്രയേ ഉള്ളൂ. റിലീസ് കഴിഞ്ഞപ്പോഴത്തേന് ഇതന്നെയാണ് വീട്ടിൽ ആക്ച്വലി ലൈക്ക് അവർ ഹാപ്പി ആയി. ബിക്കോസ് എൻ്റെ കൂടെ എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. അമ്മ അച്ഛന് പുറമെ ഞാൻ പറയുന്നത് ഫ്രണ്ട്സിൻ്റെ പേരൻസ് അടക്കം ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി. ബിക്കോസ് അവർക്കൊക്കെ അറിയാം 10-15 വർഷമുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് സ്കൂൾ തൊട്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ അയ്യോ മോൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തിട്ട് അവസാനം കിട്ടിയില്ല എന്നിട്ട് എന്നെക്കാളും ഇമോഷണൽ അവരാണ്. ഞാൻ കുറച്ച് നോർമലായിട്ടിരുന്നേ. പക്ഷെ ബാക്കി എല്ലാവരും ഇപ്പോൾ ഇന്നലെ വരെ ഇരുന്ന എല്ലാ ഫ്രണ്ട്സും വീഡിയോ കോൾ ചെയ്തിട്ട് ഭയങ്കര കരച്ചിലാണ്. ഒരുപാട് വർഷമായില്ലേ സിനിമ കണ്ടു കഴിഞ്ഞപ്പം. ഞാനൊക്കെ സിനിമ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഞാൻ ഷാരിസ് ചേട്ടൻ ബിന്ദു ചേട്ടൻ ഇരുന്നാണ്. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ 3 പേര് കരച്ചിലായിരുന്നു. 3 പേരും. ഞാൻ നോക്കുമ്പോൾ ഷാരിസ് ചേട്ടൻ കരയുന്നു, ഷാരിസ് ചേട്ടൻ നോക്കുമ്പോൾ ഞാൻ കരയണ്ട. ഞങ്ങളിങ്ങനെ ആക്ച്വലി പടം കണ്ടത് അപ്പോൾ ഭയങ്കര ഇമോഷണലായി. മോർ ദാൻ ഒരു ഹാപ്പിനെസ് പുറത്ത് വരുന്നതിനേക്കാളും എനിക്ക് ആ ഇമോഷണൽ ആ സങ്കടം ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ട് കണ്ട ആ ഒരു മൊമെന്റ് വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പ്രൊമോഷന് ഭാഗമായിട്ട് നടക്കുകയാണ്. അതെ. കൊല്ലങ്കോട്ട് എന്ന നമ്മുടെ ഗ്രാമത്തിലേക്ക് ചെന്നോ? ഇല്ല, പോണം വെയിറ്റിംഗ്. അതെല്ലാവരും സ്വീകരണം ഒരുക്കേണ്ടതാണ്. അതറിയില്ല, അറിയില്ല. നാട്ടിലാണെങ്കിൽ അങ്ങനെ പുറത്ത് ഇറങ്ങാറില്ല. ഇപ്പോഴാണ് കുറെ പേർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു നായിക അവിടെ പോയിട്ടുണ്ട്. അതെ ഞാൻ 12 വർഷം ഹോസ്റ്റലിലാണ് പഠിച്ചത്. അപ്പോൾ നാട്ടിലും അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് നാട്ടിൽ പുറത്ത് പോകണത് കുറച്ച് കുറവാണ്. പക്ഷേ ഇപ്പൊ കുറച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചേച്ചിയും അനുജത്തിയും അച്ഛനും അമ്മയൊക്കെ എവിടെയാണ് സിനിമ കണ്ടത്? ചേച്ചി ഇതുവരെ കണ്ടിട്ടില്ല. മാൾട്ടയിലാണ്. ചേച്ചി കാണണം. അനിയത്തി അമ്മ എല്ലാം എൻ്റെ കൂടെ ഫസ്റ്റ് ഡേ ഷെനോയ്സിൽ കണ്ടായിരുന്നു. അച്ഛൻ ബിസിനസ് ആയതുകൊണ്ട് അവിടെ അല്ല, അച്ഛനും വന്നു. എല്ലാവരും അച്ഛനും അനിയത്തിയും വന്ന് കണ്ട് അവർ പോയി. അമ്മ എൻ്റെ കൂടെ നിന്നു. അമ്മ കൂടെ തന്നെ നിൽക്കാണല്ലോ. അമ്മയുടെ വീട്ടുകാർ, അച്ഛന്റെ വീട്ടുകാർ, അങ്ങനെ നമുക്ക് ബന്ധുക്കളുണ്ടോ? അപ്പം ഈ മോളിങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യണം. അപ്പം അമ്മ ചില വീട്ടിൽ പോകുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകും. ആ മോള് എന്തിനാണ് ഡാൻസ് സിനിമയ്ക്ക് പോയിട്ട് എന്തായി? ഈ ഒരു ചോദ്യമൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വേണ്ട, അത് ആ ഒരു സൈഡൊന്നും എനിക്ക് അങ്ങനെ. നമ്മള് ഇവിടെ ഇരിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, നമുക്ക് എന്തും പറയാന്നുള്ളൊരു സ്പേസിൽ അങ്ങനെ അഭിമാനമായി. ആൻഡ് ഐ എം സോ ഹാപ്പി. കുറേ വർഷം വിളിക്കാതെ ഇരുന്നവരൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം. അതെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. എക്സാക്ട്ലി. അതാണ് നമ്മുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ച പാഠത്തിലൂടെ നമ്മൾ പോകുന്നു. അതെ. ആ പുസ്തകം ഒന്നും മറച്ചു പോലും വെച്ചിട്ടില്ല നമ്മള്. ദൈവം എന്ന് ഇരിക്കുന്ന ഒരാള് നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ ആ ദൈവം ആണ് അവരെ വിളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പോയിന്റാണ് ആ സിനിമയിൽ. ഒന്ന് ഡാൻസ്. ആ ഡാൻസ് ചെയ്യണമെങ്കിൽ പഠിച്ച ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ല. അതാണ് എന്റെ വ്യത്യാസം. അല്ലെ, പഠിച്ച ഡാൻസുമായിട്ട് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ല. അത് ഗംഭീരമായിരുന്നു. ആ സിനിമയുടെ വിജയത്തിന്റെ കാരണം അത് തന്നെയാണ്. വേറെ ഒന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെ എടുത്തു പറയുകയാണ്, അത് ഗംഭീരം. പിന്നീട് എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ ഒന്ന് പറയാം. ഒന്ന്, സിനിമ കാണാത്തൊരു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഹോട്ടലിൽ പോയി ബ്ലോഗ് ചെയ്യാറുണ്ട്. ഹോട്ടലിൽ ഞാൻ കുറെ കൊളാബ് ചെയ്യാൻ പോകാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് നടന്നത് രണ്ട് രീതിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ഉണ്ട് എന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെടുത്തി തന്നു ഈ സിനിമ. എനിക്ക് സ്വയം ബോധ്യപ്പെടുത്തി. 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, ഇത്രയും ചിരിച്ചു കളിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട്
പെട്ടെന്നൊരു ചേഞ്ച് ആ കഥാപാത്രത്തിനുണ്ടാക്കി. അതെ അതെ അതും ഗംഭീരമായിട്ട് ചെയ്തു. താങ്ക് യു ഈ 3 പോയിന്റാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് താങ്ക് യു നായികയോട് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് ഈ യു 3 പോയിന്റ്. അതോടൊപ്പം തന്നെ ദിലീപ് എന്നൊരു നടനുമായിട്ടുള്ള കോമ്പോ, അത് നിങ്ങൾ രണ്ടും, ദിലീപ് എന്നൊരു നടൻ വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, ചില കാരണങ്ങളാൽ സിനിമയിൽ നിന്ന് പരാജയങ്ങൾ ഉണ്ടാവുന്നു, ഏറ്റുവാങ്ങുന്നു, അതൊക്കെ. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പോൾ അതെല്ലാം മറന്ന് ദിലീപും അതിനോടൊപ്പം ചേർന്ന് അഭിനയിക്കാൻ പറ്റുകൊണ്ടാണ് ആ കോമ്പോ അത്ര വലിപ്പമായത്. അല്ലെങ്കിൽ വലിപ്പമാകും. അതെ 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 കുറേ നന്മകളുണ്ട് ഈ സിനിമയിൽ. അതെ 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 അത് ഒത്തിരി പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട്. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് ഞാനിപ്പോഴും വിശ്വസിക്കണത് ദിലീപേട്ടൻ്റെ ആക്ടിങ് കരിയറിലുള്ള ചേട്ടൻ്റെ കഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രങ്ങളോടുള്ള സ്നേഹം, ആ ബ്ലഡും സ്വെറ്റൊക്കെ വെച്ച് ചെയ്ത കഥാപാത്രങ്ങളോടുള്ള സ്നേഹം, അതേപോലെ ഷാരിസ് ചേട്ടൻ്റെ ഇതിനു മുൻപ് ചെയ്ത ആ പടങ്ങളോടുള്ള വിശ്വാസം, ജസ്റ്റിൻ ചേട്ടൻ്റെ മേളിലുള്ള വിശ്വാസം, ഇവരെന്നെ കാണാനാണ് ആക്ച്വലി തിയേറ്ററിലേക്ക് വന്നത്, എന്നെ കാണാനല്ല. അവരുടെ മേളിലുള്ള സ്നേഹത്തിലൂടെയാണ് അവരെന്നെ കണ്ടത്. സോ ഒബ്വിയസ്ലി എന്നെ സംബന്ധിച്ച് അവരാണ് ഫുൾ ക്രെഡിറ്റ്സ് അർഹിക്കുന്നത്. ഇല്ലാതെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വരില്ലല്ലോ. സോ അവരിലൂടെ, അവരുടെ ആ ലെൻസിലൂടെയാണ് അവരെന്നെ കണ്ടത്. സോ ഐ എം സോ ഹാപ്പി ഇവരിലൂടെ എന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് ഇത്രയും പവർ വന്നത് ദിലീപേട്ടനെ പോലൊരു ക്യാരക്ടർ ഓപ്പോസിറ്റ് നിന്നുകൊണ്ടാണ്. വേറൊരാൾ എനിക്ക് അവിടെ ഇപ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വേറെ, ബിക്കോസ് ആ സ്പേസ് എനിക്ക് ആരും, ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ്, വേറൊരാൾ എനിക്ക് അത്ര സ്പേസ് തരില്ല. അത് മാത്രമല്ല ദിലീപേട്ടൻ എവ്രി സെക്കൻഡ് മൈന്യൂട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ഷോട്ട് എടുക്കുമ്പോഴും ചേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ ഓക്കെ ആണോ, മോളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ പറ്റുന്നതിന് ഏറ്റവും മാക്സിമം ബെസ്റ്റാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. അത് ഇത്രയും വലിയ ലെജൻഡ് ആക്ടറിന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ചേട്ടൻ ചോദിച്ചത് മോൾക്ക് സ്പ്ലിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ, എത്ര വരെ കിക്ക് ചെയ്യാൻ പറ്റും, ഫ്ലിപ്പ് അടിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചേട്ടൻ എനിക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പടത്തിൽ എന്താ പ്രശ്നം പറഞ്ഞാൽ ഞാൻ ഫുൾ പടം ഫുൾ ഫീവർ വെച്ചാൽ ചെയ്തേ. 2 പ്രാവശ്യം ബാക്ക് ടു ബാക്ക് ഫീവർ വന്ന് 2 സീനും പിന്നെന്തോ ഒരു സോങ് മാത്രമേ നോർമലായിട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഡാൻസിൻ്റെ തൊട്ട് തലേ ദിവസം വരെ ഫീവറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് ഫ്ലിപ്പ് അടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് പറ്റിയില്ല. പക്ഷേ ചേട്ടൻ വാസ് ലൈക്ക് എൻ്റെ ഫീവർ ആണെങ്കിലും ഏതൊക്കെയാണ് കംഫർട്ടബിൾ എന്ന് ചോദിച്ച് എവറി സെക്കൻഡ് എന്നെ കംഫർട്ട് ചെയ്ത്. ഒരിക്കലും ഇത്രയും വലിയൊരു ആക്ടർ അത് ചെയ്യില്ല. അതും ചേട്ടനെക്കാളും ഡോമിനേറ്റ് ചെയ്ത് പോണ ക്യാരക്ടറാന്ന് അറിയുമ്പോൾ ഒബ്വിയസ്ലി അത്രയും വലിയൊരു സ്റ്റാർഡം ഉള്ള ഒരു ആക്ടർ അങ്ങനെ ചിന്തിക്കുക പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഹി ഡിഡ്. അതെ, അപ്പം ചേട്ടൻ അത് ചിന്തിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് ഇത്രയും വർഷം വെയിറ്റ് ചെയ്തു എന്നുള്ള ഇറ്റ് ഇസ് വർത്ത് ദ വെയിറ്റ്. അത് 20 വർഷം 30 വർഷമാണെങ്കിലും ഇത് കിട്ടിയതിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. 20 വർഷം വെയിറ്റ് ചെയ്ത് എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. ഇപ്പോൾ ഐ എം സോ ഹാപ്പി. ഞാൻ ബ്ലസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ബ്ലസ്ഡ് ആണ്. അമ്മയാണല്ലോ കൂടെ ഉള്ളത്. യാത്രയിലൊക്കെ അമ്മയാണ്. സിനിമ ഇപ്പോഴും അമ്മ കൂടെ. രാത്രി നിങ്ങൾ ഒരുമിച്ചാണ്. ആ സമയങ്ങളിൽ അമ്മയായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. സിനിമയെ കുറിച്ച് അപ്പോഴും സംസാരിക്കും. ഇനിയുള്ള യാത്ര മോളെ, ഇനിയും മോള് സിനിമയിലേക്കാണല്ലോ പോകുന്നത്. ഈ മോളുടെ സബ്ജക്റ്റുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ മോള് സിനിമയ്ക്ക് പോകുമ്പോൾ ഇനിയും അമ്മയ്ക്ക് ഇത്രയൊക്കെ ആയല്ലോ, ഇത്ര നാളായി അമ്മ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുനടക്കുന്നു, മോള് ഒറ്റക്കാലിൽ നിന്നു, ഇനി ധൈര്യമാണ് എന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ഞാനിപ്പം സംസാരിക്കുന്ന രീതിയാണെങ്കിലും ആൾക്കാരോട് പെരുമാറുമ്പോഴും അമ്മ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാൻ ബാലൻസ്ഡ് ആയിട്ടാണ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ലിസൺ ചെയ്തിട്ടാണ് അങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ അമ്മ ആയിട്ട് നിന്ന് എന്നെ വളർത്തിയതിൽ അമ്മ ആക്ച്വലി പ്രൗഡാണ്. യു ആർ മെച്യൂർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ആൾക്കാരെ മനസ്സിലാക്കി പക്വതയോടെ സംസാരിക്കണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞപ്പോൾ അതല്ലേ ഒരു വളർത്തിയ ഒരാൾക്ക് ഏറ്റവും കിട്ടുന്ന അവസ്ഥ. സോ ഷീ ഈസ് ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഒരു 4ാം ക്ലാസ്സിൽ തൊട്ട് ഡാൻസ് പഠിച്ചോളൂ. 4 വയസ്സ്. നമ്മുടെ ഒരു കഴിവ് കണ്ടത് ആരാണ്? അമ്മയും അച്ഛനും രണ്ടുപേരും. അത് ആക്ച്വലി പറഞ്ഞ കോമഡിയാണ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്, പക്ഷേ ഞാൻ ആക്ച്വലി ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചത് മൈക്കിൾ ജാക്സന്റെ മൂവ്സ് കണ്ടിട്ടാണ്. അച്ഛൻ ഭയങ്കര മൈക്കിൾ ജാക്സൺ ഫാനാണ്. അപ്പോൾ അച്ഛൻ എപ്പോൾ നോക്കിയാലും വീട്ടിൽ മൈക്കിൾ ജാക്സന്റെ പാട്ടിട്ട് വീട്ടിലൊരു സ്റ്റേജ് പോലെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട്, വെറുതെ എന്തെങ്കിലും കാണിക്കും ഞാൻ. അപ്പം ആ സ്റ്റെപ്പിൻ വീട്ടിൽ ഗസ്റ്റ് വരുമ്പം ഇവള് ഡാൻസ് കളിക്കും കേട്ടോ. ആര് വീട്ടിൽ വന്നാലും ഇന്നും എനിക്ക് ഇത്ര വയസ്സായിട്ട് എൻ്റെ അച്ഛൻ ഈ സ്വഭാവം മാറിയിട്ടില്ല. ആര് വന്നാലും പാട്ട് പാടും, ഇവള് ഡാൻസ് കളിക്കും. ഞങ്ങൾ 3 പേരിനെ ഇപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. ആ സ്റ്റേജിൽ കയറി ഡാൻസ് കളിപ്പിക്കലാണ്. അപ്പം ഞാൻ ഈ മൈക്കിൾ ജാക്സന്റെ മൂവ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. ആദ്യം അമ്മയായിരുന്നു എൻ്റെ ടീച്ചർ, പിന്നെ വേറൊരു ടീച്ചറത്ത് കൊണ്ടുപോയി. അമ്മയ്ക്ക് പഠിച്ചിട്ടില്ല, പക്ഷെ അമ്മയ്ക്ക് അറിയായിരുന്നു. എല്ലാവരും അച്ഛനും അമ്മയ്ക്കും കല എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേർക്കും എല്ലാം, അതെ, സ്പോർട്സും ആർട്സും എല്ലാം ഡാൻസ് എല്ലാം തന്നത് അവർ 2 പേർക്കും
കഴിവുണ്ടായിരുന്നു. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേർക്കും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങളിൽ ഫുൾഫിൽ ചെയ്തു. മൈക്കൽ ജാക്സൺ ഡാൻസ്, ഭരതനാട്യത്തിലേക്ക് പോയി, അതെ അതെ സിനിമയിൽ ഒന്നുമല്ലാത്ത സിനിമാറ്റിക്കിലേക്ക് പോയി. അതെ 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 യാത്ര അത് സിനിമയോട് എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് കൊച്ചിലിരുന്ന് ഞാൻ സിനിമയിൽ വരുന്ന ഡാൻസ് മൂവ്സൊക്കെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചിട്ടയായിട്ട് കലാമണ്ഡലത്തിലൊക്കെ പഠിക്കുമ്പോഴും ഇത്രയും വർഷം ഡാൻസ് പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും സിനിമ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും സിനിമ കാണുമ്പോൾ ഡപ്പാങ്കുത്തും ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഇറ്റ് ഇസ് ദെയർ. ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലത്തെ കഥാപാത്രം തന്നെയാണ് കിട്ടിയത്. എല്ലാം ഉണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്. അതാണ് നമ്മൾ ഇത്ര നാളുകൾ യാത്ര ചെയ്തത് നമുക്ക് കിട്ടാതെ പോയ സംഭവമുണ്ട്, അതും ഇതിൽ പറഞ്ഞു പോകുന്നു. അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതും ഇതിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതെ അതെ അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഒരു സിനിമ കിട്ടിയെന്നുള്ളതാണ്. ഇനിയും സിനിമകൾ വരണം, നല്ല നല്ല സിനിമകൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. ഇനിയും നല്ല സിനിമ ഇനി അഭിനയിക്കണമെന്ന് തോന്നി ഒന്നുമായിട്ട് നമ്മൾ ഒറ്റ സിനിമയാണ് ഞാനിത് ചോദിക്കുന്ന അഹങ്കാരമായിട്ടല്ല, ഒരു സിനിമയുള്ളൂ. പക്ഷെ ഇനിയും ചെയ്യണമെന്നുള്ള ഒത്തിരി കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട്, ഒത്തിരി കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട്. ഒരു സിനിമ കൊണ്ട് ഒന്നും ആവുന്നില്ല. 1000 സിനിമ ചെയ്താലും മമ്മൂക്ക പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുക, അഭിനയ പാടാന്ന് മമ്മൂക്ക പറയുന്നത്, ലാലേട്ടനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ വെച്ചാലും നമുക്ക് ഒരേ ആളുകളെ കണ്ടുവന്ന് പല നടിമാരെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു താരം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലേക്ക് കയറി ആരായിരിക്കും? അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ പർട്ടിക്കുലറായിട്ട് ഒരാളിനെ ഫോളോ ചെയ്തിട്ടില്ല. പൊതുവെ മേ ബി ഞാൻ കുറച്ച് ഒപ്റ്റമിസ്റ്റിക്കായി ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എല്ലാവരുടെയും ഇപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഡൗൺ ആയി തോന്നിയപ്പോലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഞാൻ എങ്ങനെ അവർ ചിരിച്ചത് നല്ല രസമുണ്ട്. അങ്ങനെ എനിക്ക് ഓരോ പർട്ടിക്കുലർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടം. അങ്ങനെ ഒരാളും ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. എല്ലാവരെയും ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ഇവർക്ക് ഇത് ഹൈലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ എല്ലാവരിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ്സ് കണ്ടുപിടിക്കും. അത് അങ്ങനെ ആയി, അങ്ങനെയാണ് ജനറലി അങ്ങനെയാണ്. ജീവിതത്തിൽ ഇത്തരം ഒരു ക്യാരക്ടർ അല്ലായിരുന്നെങ്കിൽ, ഈ ഒരു സിനിമ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കും. നമ്മൾ ആദ്യം പോയി പെട്ടുപോയെന്ന് ചിന്തിച്ച് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് പോവാം. പക്ഷെ ഈ ഒരു കഥാപാത്രം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്നെ കൊണ്ട് കഴിയുമോ എന്നൊന്ന് ചിന്തിച്ചിരുന്നു. എനിക്ക് ഓഡീഷന് പോയ സമയത്ത് തന്നെ ഒരു 2 pages ഒക്കെ ഡയലോഗ്സ് ഒക്കെ തന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചിട്ട് ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ലൈക്ക് നമ്മുടെ ഒരു പാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരു ചൈൽഡിഷ്, ഒരു ക്യൂട്ട്, ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ഭാര്യ, ഇങ്ങനെയൊക്കെ കഥാപാത്രം ഉണ്ടാവില്ലേ. എനിക്കിത് ഇങ്ങനെ കൊച്ചിൽ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നിയില്ല, അവർക്കായിരുന്നു പേടി. ഇവള് ചെയ്യുമോ എന്നുള്ള സാധനം അവിടെ ഉള്ളവരെ പേടി കണ്ടിട്ട് എനിക്ക് പേടിയായി. എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, സത്യമായിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ഈ സിനിമയുടെ, അതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല. ഞാൻ ലിസ്റ്റിന്റെ അടുത്ത് പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട്, ഒരു പുതിയ നായികയാണല്ലോ, അത്രയും സുഹൃത്തുണ്ട്. പക്ഷെ എന്നോട് ലിസ്റ്റ് ഒരു സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ മതി അലീന എന്നോട് പറഞ്ഞു, അതെന്താണ് ആ നായിക ചെയ്തു വെച്ചിരിക്കുന്നത്, എന്നോട് ആ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താന്ന് കണ്ടിട്ട് പറഞ്ഞാൽ. ലിസ്റ്റിന് അതായിരുന്നു ഇത്രയും ആത്മവിശ്വാസി സിനിമയാണ്. ലിസ്റ്റിന് ഒത്തിരി സിനിമകൾ എടുത്താണ്. ലിസ്റ്റിന് ഈ സിനിമയുടെ അത്ര ആത്മവിശ്വാസം വരാൻ കൊള്ള കാരണം നായിക തന്നെയായിരുന്നു. നല്ല കൈകളിൽ എത്തിയതേക്കാൻ. അയ്യോ തീർച്ചയായിട്ടും അത് പറയണം കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഒരു പ്രൊട്ടക്റ്റഡ് സേഫ് ഹാൻഡ്സിൽ എത്തി എന്ന് പറയില്ലേ. അതെ അതെ സത്യം. ബിക്കോസ് എന്നെ ഹോൾ ടീം, ഞാൻ ഭയങ്കര ഹാപ്പി, ഭയങ്കര ബ്ലെസ്ഡ് ആയതിന് മെയിൻ റീസൺ എനിക്ക് എൻ്റെ ടീം എന്നെ അങ്ങനെ ഈ ക്യാരക്ടർ കുറച്ച് ചൈൽഡിഷ് ആയതുകൊണ്ട് എന്നെ ഇവർ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി കുഞ്ഞു കുട്ടികളെ കൊണ്ട് നടത്തില്ലേ. സെറ്റ് മൊത്തം ഇങ്ങനെ ലൈക്ക് ലിറ്ററലി ഇങ്ങനെ ഫ്ലൈങ് ലൈക്ക് ബട്ടർഫ്ലൈ, ഫുൾ കുഞ്ഞു കുട്ടിനെ പോലെ തന്നെ സെറ്റിൽ മൊത്തം അവർ കൊണ്ട് നടത്തിയത്. ഷാരിസ് ചേട്ടൻ എന്നോട് ഫസ്റ്റ് പരിചയപ്പെട്ട് ഓക്കെ ആയ ശേഷം ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ്, നിന്റെ അച്ഛന്മാരാണ് ഞങ്ങളെന്ന് വിചാരിച്ചാൽ മതി. ബിക്കോസ് ഞാൻ കുറച്ച് നെർവസായി. പുതിയ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞ് പെട്ടെന്ന് പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ എല്ലാവരും ന്യൂ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇതെങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ, എല്ലാവരും എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ബിഹേവിയർ, റൂഡായിരിക്കും, ഇതൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അത് മനസ്സിലായി പെട്ടെന്ന്. ചേട്ടൻ പറഞ്ഞു, നിൻ്റെ അച്ഛന്മാരാണെന്ന് ഞങ്ങളെന്ന് വിചാരിച്ചാൽ മതി. അത് ലിറ്ററലി എൻഡ് ഓഫ് ദ പ്രോജക്റ്റ് ഇപ്പോൾ വരെയും എന്നെ ആ ചെറിയ കുട്ടി എന്നുള്ള ഇതിലാണ് എന്നെ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഐ എം വെരി വെരി ബ്ലെസ്ഡ്, ഇത്ര നല്ലൊരു അടിപൊളി ടീമിൻ്റെ ഭാഗമായത്. ഇനിയിപ്പം കഥകൾ വരും, സിനിമകൾ വരും എന്നുള്ള 100% ഉറപ്പാണ്. അങ്ങനെ ഈ സിനിമ കണ്ടതിന് ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചു, എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്ഷൻ ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു സിനിമയുടെ ഡയറക്ടറാണ് എന്നെ വിളിച്ചത്. നിരവധി സിനിമകൾ ചെയ്ത ആളാണ്. കഴിഞ്ഞ ദിവസം സിനിമ കണ്ടത്. പക്ഷെ അപ്പോൾ എനിക്ക് അത്രയും ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇൻസ്റ്റയുടെ ഐഡിയ കൊടുത്തത്. അങ്ങനെയൊക്കെ വിളി വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പല ആളുകളും വിളിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനി സെലക്ട് ചെയ്യുമ്പോൾ നോക്കി സെലക്ട് അതെ ചെയ്യുക. അതെ 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 ഞാൻ ഒരു പുതിയ നായിക എന്ന നിലയിൽ ഞാൻ അത്ര കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആങ്കറും കൂടെയാണ്. വന്ന വഴി മറക്കാതെ യാത്ര ചെയ്യുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ യാത്രയ്ക്ക് ഗുണമുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. ആ യാത്രയാണെങ്കിൽ നമ്മൾ ഫലം കാണും, ജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നേരത്തെ പറഞ്ഞ വലത് കയ്യിൽ അച്ഛനും ഇടത് കയ്യിൽ അമ്മയും ഫ്രണ്ടിൽ ചേച്ചിയും പിന്നിൽ അനിയത്തിയും നമ്മൾ യാത്ര തുടരുക. എനിക്ക് അച്ഛനമ്മ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ നമ്മൾ അഴിച്ചു വിടണം. തീർച്ചയായിട്ടും അപ്പോൾ അത് നമ്മൾ വേറെ രീതിക്കാവും. അതെ തീർച്ചയായും നമ്മൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ 3 പേരും എവിടെ പോയാലും ആ ക്യാരക്ടർ ഞങ്ങളുടെ സ്ട്രോങ് ആണ്. നമ്മൾ എങ്ങനെ പോയാലും നമുക്കറിയാം, നമ്മൾ അച്ഛനമ്മയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വാസമാണ്. അവരെങ്ങനെ പോയാലും ആരെയും പോയി ചതിക്കില്ല, ആരെയും പോയി ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിന് പോവില്ല, അങ്ങോട്ടൊരു പ്രശ്നത്തിന് നമ്മൾ പോവില്ല. ആ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മൾ 6 മണി 7 മണി തിരിച്ച് വീട്ടിലെത്താം. ദാറ്റ് ട്രസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന് പുറമെ 20 വർഷമൊക്കെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഇറ്റ് ഇസ് നോട്ട് ഈസി. മടുപ്പാവൂല്ലേ, വീട്ടുകാർക്ക് മടുപ്പാവൂല്ലേ, പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുവല്ലേ. അതെ, എനിക്ക് എന്താ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനർജി ഇങ്ങനെ ഫീൽ ചെയ്യും. ലൈക്ക് അതെനിക്ക് മനസ്സിലായത് കണ്ണ് നിറഞ്ഞപ്പോൾ വിഷമായി. പെൺകുട്ടികൾ വളരുമ്പോഴല്ലേ വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കുള്ള ടെൻഷൻ വരാം. അത് മറ്റുള്ളവരുടെ കണ്ണിൽ 3 പെൺകുട്ടികൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള സാധനമല്ലേ. ഒരാൾ ഡോക്ടർ എന്തിനാ, ലൈക്ക് എല്ലാം ഇങ്ങനെയാണ്. അവർ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോരെ, ഈ ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു. ഗ്രാമത്തില് അതെ, അങ്ങനെ ഒരു സ്പേസ് ഇതെങ്ങനെയാണ്, ലൈക്ക് ഒരാൾ ആർക്കിടെക്റ്റായി ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരിനെയും വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യും. ആർക്കിടെക്റ്റായി, ഡോക്ടറായി, നടുക്കുള്ള ഡാൻസ് വെച്ച് എന്ത് ചെയ്യുമോ, ദിസ് വാസ് ദ റിയാക്ഷൻ എല്ലാ സൈഡിൽ നിന്നും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡാൻസും സിനിമ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഫാമിലി, എൻ്റെ കൂടെയുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു ബോണ്ട് അത് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കൂടെ എന്നെ. പക്ഷേ ലൈക്ക് അതില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ എവിടെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ ആയിപ്പോയേനെ. തീർച്ചയായിട്ടും. പക്ഷെ ആ ധൈര്യം ഭയങ്കരമാണല്ലോ ഇത്ര നാളും കാത്തിരുന്നത്. അത് എനിക്ക് എൻ്റെ മനസ്സിൽ നമ്മൾ അച്ഛനമ്മ ചെറുപ്പത്തിൽ നിന്ന് പറയും, എന്ത് പ്രശ്നം വന്നാലും നേർമയായിട്ടിരിക്കണം, സത്യത്തോടെ തന്നെ ഇരിക്കണം, അങ്ങനെ ഇരുന്ന ദൈവം കൈവിടില്ല, ഇങ്ങനെ എപ്പോഴും പറയും. ചെറുപ്പത്തിൽ നിന്ന് എപ്പോഴും ഡെയിലി വീട്ടിൽ പറയുന്നത് അത് എൻ്റെ മൈൻഡിൽ ഭയങ്കര സ്ട്രൈക്കായി. ഞാൻ എപ്പോഴും ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമ്മൾ ആ ഒരു സ്വഭാവം ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവരനുഗ്രഹിച്ചതെന്നാണ്. അല്ലെങ്കിൽ എനിക്ക് കിട്ടും തോന്നുന്നില്ല. അത് വാട്ടെവർ നമ്മൾ എത്ര വർഷം ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു സത്യം എന്തെങ്കിലും ഒരു ദിവസം വിജയിക്കും, അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളൊരു സാധാ ഹോപ്പായിരുന്നു എന്നെ ഇത്രയും വർഷം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ ആരും കൈവിടില്ല, ഈ സാധനം എൻ്റെ ഉള്ളിൽ അതൊരൊറ്റ വേർഡേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും എൻ്റെ മുന്നിൽ ഒരു ഹോപ്പില്ല, ഒരു ലൈറ്റില്ല, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരു പ്രോജക്റ്റില്ല, ഒന്നുമില്ല. ഫുൾ ബ്ലാങ്ക് പിക്ചർ. ഫൈനലി ദിസ് ഹാപ്പൻഡ്. അത് ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഈ പ്രോജക്റ്റിൽ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് റാണി മേരി റാണി സോങ്ങും ചിഞ്ചു റാണി എന്നുള്ള പേര്. അതെ, അത് എൻ്റെ ഫ്രണ്ട്സ് ഒട്ടും വിശ്വാസമില്ലാത്തവർ പോലും അയ്യോ ഞാൻ എപ്പോഴും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയും. അപ്പോൾ അവർ പറയും ഞാൻ ഇനി മുതൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ ഐ എം സോ ഹാപ്പി. അതെ 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 ദൈവം എന്നല്ല ഞാൻ പറഞ്ഞ പ്രപഞ്ചത്തിൽ നമ്മളിലൂടെ ഒരാൾ ഇത് പറഞ്ഞാൽ വിശ്വാസം. അങ്ങനെ നല്ല നല്ല ഫ്രണ്ട്സും നല്ല നല്ല യാത്രയും ചെയ്യും. താങ്ക് യു. ഒത്തിരി സന്തോഷം. യു ആർ സോ ഗുഡ്. താങ്ക് യു.